എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി സംവരണത്തിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാർ. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി ബിഷപ്പ് തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച പോസിറ്റീവെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രതീക്ഷയോടെ കാണുന്നുവെന്നും NSSന് അനുകൂല കോടതി വിധി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് ബാധകമെന്നും ബിഷപ്പ് തോമസ് തറയിൽ പ്രതികരിച്ചു. ജോസ് കെ മാണിയും മന്ത്രിക്കൊപ്പം ബിഷപ്പ് ഹൌസിലെത്തിയിരുന്നു. ഗവൺമെന്റ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് NSSന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ്. പക്ഷേ തിരുമേനി അടക്കമുള്ള മാനേജ്മെന്റ് ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു, സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു. വേതനത്തിലുമൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു. സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. വളരെ നല്ല പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിയുടെ പ്രതികരണം, പിന്നീടുള്ള സഭയുടെ മറുപടി, ഇതൊക്കെ നമ്മൾ കണ്ടു. സഭ ഇടഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ അനുനയ ശ്രമം അത് ഫലം കണ്ടു എന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? അമൃത, സർക്കാരും സഭയും ഭിന്നശേഷി അധ്യാപക സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഭിന്നത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു തന്നെയായിരുന്നു മന്ത്രി എത്തിയത്. പ്രത്യേകിച്ച് സഭാ നേതൃത്വം തുടർച്ചയായി സർക്കാരിനെയും മന്ത്രിയെയും വിമർശിക്കുന്നു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ ഇരട്ട നീതിയാണ് കാണിക്കുന്നത്. ക്രൈസ്തവ മാനേജ്മെന്റുകളെ പൂർണ്ണമായും അവഗണിക്കുന്നു. NSSന് അനുകൂലമായ കോടതി ഉത്തരവ് ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സഭാ നേതൃത്വം സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. അടുത്തിടെ മുഖ്യമന്ത്രി KCBC അധ്യക്ഷനായ ക്ലീമീസ് കാതോലിക്ക ബാബയുമായി തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജോസ് കെ മാണി MP, അതോടൊപ്പം ജോബ് മൈക്കിൾ MLA എന്നിവരടക്കം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ആശങ്കകൾ പൂർണ്ണമായും മന്ത്രിയെ സഭാ നേതൃത്വം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ആശ്വാസകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും, സഭയുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഗണിക്കുന്നു, പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം മന്ത്രി അറിയിച്ചത്. പ്രത്യേകിച്ച് 13-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു നിയമസാധുത അടക്കം തേടും. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയും, സുപ്രീം കോടതി വിധിയെ ഏത് തരത്തിൽ മറികടക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തീരുമാനമെടുത്ത് സഭകൾക്ക് അനുകൂലമായ, ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും സഭാ നേതൃത്വവും ചർച്ചകളെ വളരെ പോസിറ്റീവായാണ് കണ്ടത്. ഇത് കേവലം ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഒരു വലിയ ജനവിഭാഗങ്ങളുടെ, പൊതുസമൂഹത്തിന്റെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുഴുവൻ പ്രശ്നമാണ്. അതുകൊണ്ട് അടിയന്തരമായൊരു പരിഹാരം കണ്ടെത്തണം. ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അധ്യാപക നിയമനങ്ങളിലടക്കം ശമ്പളം കിട്ടാതെ നിരവധി പേർ വിഷമിക്കുന്നു, അധ്യാപക കുടുംബങ്ങൾ വിഷമിക്കുന്നു. അതിലൊക്കെയും ഒരു പരിഹാരം ഉണ്ടാകണം. ആ ആവശ്യമാണ് സർക്കാരിനെ അറിയിച്ചത് എന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കി. എന്തായാലും സർക്കാരിന്റെ ഇടപെടലും മന്ത്രിയുടെ സന്ദർശനത്തെയുമൊക്കെയും വളരെ പോസിറ്റീവായാണ് സഭാ നേതൃത്വവും കാണുന്നത്. അതെ, ചർച്ച പോസിറ്റീവാണ് എന്ന് തന്നെയായിരുന്നല്ലോ ജോസി മന്ത്രിയുടെയും പ്രതികരണം. ഇതിപ്പോൾ ഈ NSSന് അനുകൂലമായ കോടതി വിധി അത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാകണമെന്നാണല്ലോ സഭ പറയുന്നത്. ബിഷപ്പ് തോമസ് തറയിലിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ആ വിഷയത്തിൽ മന്ത്രി എന്ത് ഉറപ്പാണ് അല്ലെങ്കിൽ എന്ത് മറുപടിയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാണോ? അമൃത, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഗൗരവ തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് 13-ാം തീയതി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇതിന്റെ നിയമസാധുത അടക്കം പരിശോധിക്കും. എന്ത് തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന് നടത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളടക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വത്തെ അറിയിച്ചത്. പ്രത്യേകിച്ച് സഭയുടെ
മീഡിയ വിഭാഗത്തിന്റെ തലവൻ കൂടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഇക്കാര്യങ്ങളിൽ തുടർച്ചയായി സർക്കാരിനെതിരെ അദ്ദേഹം വിമർശനങ്ങൾ നടത്തിയിരുന്നു. സർക്കാരിന്റെ ഇരട്ട നീതിയാണ്, ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിക്കുന്ന നീക്കം ഒട്ടും ഗുണകരമല്ല, ഒരു ജനാധിപത്യ സർക്കാരിന് യോജിച്ചതല്ല നടക്കമുള്ള വിമർശനങ്ങൾ തോമസ് തറയിൽ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നേരിട്ട് സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്, തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി അറിയിച്ച അറിയിപ്പ് ഔദ്യോഗികമായി സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 13-ാം തീയതി ചേരുന്ന യോഗം വളരെ അനുകൂലമായ ആശ്വാസകരമായ തീരുമാനം സഭയ്ക്ക് ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പും ഉറപ്പുമാണ് മന്ത്രി സഭാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.